നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിന് സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ മൂലധന നിക്ഷേപം ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് മന്ത്രി കെ രാജൻ. പുലിഭീതിയിൽ കഴിയുന്ന മാന്നാമംഗലം പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പൊന്നൂക്കരയിൽ അരി വിതരണം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് തിങ്കളാഴ്ച ഇന്ത്യയിലെ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിനെ പൂർണ്ണമായി വിധേയപ്പെടുന്നതിന്റെയും പരീക്ഷണങ്ങൾ ജയിക്കുന്നതിന്റെയും മാധുര്യം വിളംബരം ചെയ്യുന്ന മുഹൂർത്തമാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബിയും മകൻ ഇസ്ലാം നബിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ത്യാഗവും സമർപ്പണവും പെരുന്നാൾ ദിനത്തിന്റെ ആത്മചൈതന്യം വിളിച്ചോതുന്നു. ദൈനംദിന ജീവിതത്തിനിടയിൽ നിരവധി പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകുന്ന നമുക്ക് ചുറ്റുമുള്ള അനേകർക്ക് പ്രതീക്ഷയുടെ സന്ദേശം ബലിപ്പെരുന്നാൾ നൽകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഷാവർണ്ണ പ്രായ വ്യത്യാസങ്ങൾ മറന്ന് മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഒത്തുകൂടിയ ജനലക്ഷങ്ങളുടെ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും വിളംബരം കൂടിയാണ് ബലിപ്പെരുന്നാൾ. പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിന്നും ഒന്നുമില്ലാത്തവർക്ക് തുണയായും ലോകമെമ്പാടുമുള്ള ദുരിതബാധിതരോട് ഐക്യപ്പെട്ടും ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാളിനെ ഫലവത്താക്കുന്നു. ആഘോഷവേളകൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുവാനും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാ വിശ്വാസികളും പ്രതിജ്ഞ ചെയ്യട്ടെ. ഓരോ മനുഷ്യജന്മവും അവർക്ക് പ്രിയപ്പെട്ടത് എല്ലാം ത്യജിക്കുവാൻ, ഉൾക്കർത്താർജിക്കുവാൻ, അത് സമത്വസുന്ദരമായ സമൂഹത്തിലേക്കും ക്ഷേമരാഷ്ട്രത്തിലും എത്തിച്ചേരും. എല്ലാ ഇസ്ലാം മത വിശ്വാസികൾക്കും CTV ന്യൂസിന്റെ ബലിപ്പെരുന്നാൾ ആശംസകൾ. വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപം ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അതിനായി പ്രയത്നിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും പുരസ്കാര വിതരണത്തിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയെയും മന്ത്രി അഭിനന്ദിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 98 വിദ്യാർത്ഥികൾക്കാണ് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. 60 SSLC വിദ്യാർത്ഥികളും 38 +2 വിദ്യാർത്ഥികളും പുരസ്കാരങ്ങൾ നേടി. നിയോജക മണ്ഡലത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 22-ന് കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന ചടങ്ങിൽ MLA അവാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ KK സുരേന്ദ്രൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളെ മുഴുവൻ ആദരിക്കാനുള്ള ഒരു പൊതുചടങ്ങും സുരേന്ദ്രേട്ടനെ പോലെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകരെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളുടെ നാമധേയത്തിലുള്ള മാടക്കത്തറ പഞ്ചായത്തിന്റെ ഹാളിൽ വെച്ച് നടത്താമെന്ന് നിശ്ചയിച്ചു എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ വികസന പട്ടികയിൽ സാധാരണ നമ്മൾ പുറത്തിറക്കുക പണിതു തീർത്ത റോഡുകൾ, പണിതു തീർത്ത കുളങ്ങൾ, പണിതു തീർത്ത കെട്ടിടങ്ങൾ, പണിതു തീർത്ത അംഗനവാടികൾ, പണിതു തീർത്ത പാലങ്ങൾ, അതിൻ്റെ ആകെ തുക കൂടി കൂട്ടിയാൽ ഒരു പഞ്ചായത്തിൻ്റെ വികസന മന്ത്രമായി. പക്ഷെ മാടക്കത്തറ പഞ്ചായത്തും പൊതുവിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളും ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
കേരളത്തിലെ ഗവൺമെന്റിൻ്റെതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപം ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കിടയിലാണ്. അതാണ് നാളത്തെ ഈ പഞ്ചായത്തിന്റെ സമ്പാദ്യം എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കാൻ ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ SSLCക്കും +2നും ഏറ്റവും ശ്രമകരമായി പഠിച്ച് എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് മേടിച്ച് A+ എന്ന ഒരു കാറ്റഗറിയെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ച് വൻ വിജയം നേടിയ നിങ്ങളെയും നിങ്ങൾക്ക് കൂട്ടിയിരുന്ന രക്ഷകർത്താക്കളെയും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും ഒക്കെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി ഘട്ടത്തിൽ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പുലിഭീതിയിൽ കഴിയുന്ന മാന്നാമംഗലം പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു. മാന്നാമംഗലം മലങ്കര കാത്തോലിക്ക പള്ളി ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പുലിയെ കണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലീസിന്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുവാനും വഴികളിലെ കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ ഉടൻ കത്തിക്കുവാൻ KSEBക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൂടാതെ ആവശ്യമായിടങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാനും നിർദ്ദേശിച്ചു. റോഡിന് ഇരുവശത്തെയും കാട് വെട്ടി വൃത്തിയാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിനും നിർദ്ദേശം നൽകി. കൂടാതെ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലെ കാട് വൃത്തിയാക്കുവാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് വൃത്തിയാക്കൽ നടത്തണമെന്ന് നിർദ്ദേശവും നൽകി. പുലിഭീതിയുള്ള പ്രദേശത്ത് വനം വകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ കൃത്യമായി നിരീക്ഷിച്ച് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കൂട് സ്ഥാപിക്കുവാൻ നടപടിയെടുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ADMD മുരളി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ പ്രജി AC, ഒല്ലൂർ SHO അജീഷ്, TK ശ്രീനിവാസൻ, PB സുരേന്ദ്രൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ MP സജീവ് കുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 5 കാര്യങ്ങൾ ഇവിടെ വന്നത് നമുക്ക് തുടരാം. ഒന്ന്, അടിയന്തരമായി ഇവിടെ ആളുകൾ ആലോചിച്ചതുപോലെ റേഞ്ച് ഓഫീസർ തന്നെ പങ്കെടുത്തുകൊണ്ട് നമുക്കൊരു 2-3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ജനകീയ യോഗങ്ങൾ ഇപ്പോൾ വരുന്നത് നമ്മൾ മാത്രമാണ്, നമ്മളെന്ന് വെച്ചാൽ നേതാക്കന്മാർ മാത്രമാണ്. ജനങ്ങളുടെ ഒരു ആശങ്ക പരിഹരിക്കാൻ വേണ്ടി 2-3 കേന്ദ്രം തീരുമാനിച്ച് ബന്ധപ്പെട്ട മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് പറയാനുള്ള കാര്യം സംസാരിക്കാനും അവരുടെ മനസ്സിലുള്ള ആശങ്ക എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ പഞ്ചായത്ത് തീരുമാനിച്ച പ്രസിഡന്റ് നിർദ്ദേശിച്ചാൽ മതി. ആ ഡേറ്റ് അനുസരിച്ച് നിയമസഭ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാകില്ല, പക്ഷേ നിങ്ങൾ കൂടി പരിഹരിച്ച് ആ യോഗങ്ങൾ നിർബന്ധമായി നടത്തണം. ആ യോഗങ്ങളിൽ ആവശ്യം എന്താണോ അതിന് പണം ഒരു പ്രശ്നമല്ല, സർക്കാർ തീരുമാനം ഒരു പ്രശ്നമല്ല, അതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. ആ യോഗങ്ങൾ നമുക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ നടത്തണം. ഇത് വല്ലാതെ വൈകി പോയിട്ട് പിന്നെ ആളുകൾ ഇതൊരു പേടിയായി. അതെ അതെ, അത് ഞാൻ പറഞ്ഞത്. നാളെയും മറ്റന്നാളുമായിട്ട് ആ യോഗങ്ങൾ തീരണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2, നമുക്കൊരു പെട്രോളിംഗ്. ഇവിടെ CI പറഞ്ഞതുപോലെ മനുഷ്യന്മാരാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നതെന്നുകൊണ്ടുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പെട്രോളിംഗ് ഉണ്ടാകണം. പോലീസും കാര്യത്തിൽ പങ്കെടുക്കണം. ഞാൻ ഇന്നലെ നമ്മുടെ ഇവിടെ ആടിനെ കുറിച്ച് കൊണ്ടുപോയ വീടും അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ചുള്ളിക്കാവിലെ ക്യാമറയും അതിൻ്റെ സ്ഥലമൊക്കെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ യോഗത്തിലുണ്ടായിരുന്ന എല്ലാവരും കൂടി പോയി നോക്കി. അപ്പോൾ നേരത്തെ ദിവസം പറഞ്ഞ പോലെ അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് പുലിയാണെന്ന് കാര്യം. അതുകൊണ്ട് സാന്നിധ്യമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് 2 അഭിപ്രായമില്ല. അതുകൊണ്ട് ആ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും നമ്മുടെ പെട്രോളിംഗ് കൃത്യമായി ഉണ്ടാവുകയും കൺട്രോൾ റൂമിൽ വിളിച്ചാൽ കിട്ടാവുന്ന വിധത്തിലുള്ള നമ്പർ ഉണ്ടാവുകയും ചെയ്യണം. CUGC വരുന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കുമെങ്കിലും നമ്മുടെ പ്രാഥമികമായ ചുമതല ഇവിടെ വെല്ലടിച്ചാൽ എടുക്കാൻ ആളുണ്ടാവുന്നതാണ്. ഇവിടെ വെല്ലടിച്ചാൽ എടുക്കാൻ ആളുണ്ടാവുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ആ തരത്തിൽ തന്നെ ആ നടപടിക്രമങ്ങൾ ഉണ്ടാവണം. പെട്രോളിംഗിൽ പോലീസിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടാവണം. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പരിസരത്ത് നടത്തിയ ചടങ്ങ് സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുത്തൻകാട് പ്രദേശത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ക്ലബ് സെക്രട്ടറി KR കൃഷ്ണകുമാർ, കേരള പഴനി ക്ഷേത്രം മേൽശാന്തി സഹദേവൻ,
ക്ലബ് ട്രഷറർ ശങ്കരനാരായണൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 10 കിലോ ഭാരമുള്ള മുഴ കാരണം നടക്കുവാൻ കഴിയാതെ വന്ന 61-കാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ് 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന് 10 കിലോഗ്രാം ഭാരമുള്ള ട്യൂമർ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ്. ട്യൂമർ മൂലം നടക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടിരുന്ന 61 വയസ്സുള്ള തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഹെപ്പറ്റൈറ്റിസ് രോഗം കൂടി ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചിരുന്നു. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിക്ക് സാധാരണ പോലെ നടക്കാനായത് പുനർജീവനമായാണ് രോഗിയും ബന്ധുക്കളും കരുതുന്നത്. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. 1 മാസം മുൻപാണ് നടക്കാൻ പോലും കഴിയാതെ കാലിൽ വലിയ മുഴയുമായി 61 വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നത്. വിദഗ്ധ പരിശോധനയിൽ ട്യൂമർ ആണെന്ന് ബോധ്യപ്പെട്ടു. കൂടാതെ രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നതിനാൽ അധികം മുൻകരുതലുകൾ കൂടിയെടുത്തു. ഈ മാസം 10-ാം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 6 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ, നാഡീഞരമ്പുകൾ എന്നിവയ്ക്ക് ക്ഷതമേൽക്കാതെ 10 കിലോ തൂക്കമുള്ള സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ നീക്കം ചെയ്തത്. രോഗി സുഖം പ്രാപിച്ചപ്പോൾ അടുത്തഘട്ട ചികിത്സയ്ക്കായി റേഡിയോ തെറാപ്പി വിഭാഗത്തിലേക്ക് മാറ്റുകയും ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ കൂടി ഇടപെടലോടെ കാലിലെ പേശികളുടെ തളർച്ച പരമാവധി കുറച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക എന്നിവരുടെ ഏകോപനത്തിൽ ജനറൽ സർജറി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ, സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ശരത് കൃഷ്ണൻ, ഡോക്ടർ സഹീർ, ഡോക്ടർ സുമിൻ, ഡോക്ടർ ജുനൈദ്, ഡോക്ടർ സൗന്ദര്യ എന്നിവരും അനസ്തേഷ്യ വിഭാഗം തലവൻ ഡോക്ടർ ബാബുരാജ്, ഡോക്ടർ മനീഷ്, ഡോക്ടർ മെറിൻ, ഡോക്ടർ ജസ്മിൻ എന്നിവരും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുള്ള സൂര്യ ജഗനുമാണ് ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്തത്. 13-ാം തവണയും 100% വിജയം നേടിയ VVSHS സ്കൂളിനെയും വിദ്യാർത്ഥികളെയും 96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മെമന്റോ നൽകി ആദരിച്ചു. 96 ബാച്ചിന്റെ പ്രസിഡന്റ് ബഫീഖ് ബക്കർ ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ സ്കൂൾ പ്രിൻസിപ്പാൾ ചാമേലി മേനോൻ സ്വാഗതവും, ജെൻസൺ ആലപ്പാട്ട്, പ്രശാന്ത്, ദീപക്, ലതീഷ്, സുമ, ജാൻസി, ജിഷ, സരിത, രാജേഷ് തുടങ്ങി നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു. ബിനുരാജ് നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25-ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു.
വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. അശ്വനി കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റ് IMA സഹകരണത്തോടെ അയ്യപ്പ കല്യാണ മണ്ഡപത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VK പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പഞ്ചായത്ത് അംഗങ്ങളായ തുളസി സുരേഷ്, സതി അജയൻ, മുൻ പഞ്ചായത്ത് അംഗം സുരേഷ് പുളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റെനി ജോയ്സ് സ്വാഗതവും കോർഡിനേറ്റർ VP സന്തോഷ് നന്ദിയും അറിയിച്ചു. വാഹന മേഖലയിൽ പുതുപുത്തൻ ആശയങ്ങളും സാങ്കേതിക വിദ്യകളുമായി ജർമ്മൻ ക്ലബ്ബ് മരത്താക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടനല്ലൂർ മരത്താക്കര ദേശീയപാതയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി പോളി നീലങ്കാവിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ്സ് സന്ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയത്തിൻ്റെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വാഹന മേഖലയിൽ ഉപഭോക്താക്കൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യയോടെ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ സെറാമിക് കോട്ടിംഗ്, ഗ്രഫെൻ കോട്ടിംഗ്, നാനോ ഡയമണ്ട് കോട്ടിംഗ്, പെയിന്റിംഗ് പ്രൊട്ടക്ഷൻ ഫിലിം, ഫുൾ ബോഡി റീസ്റ്റോറേഷൻ, ലൈറ്റ് റീസ്റ്റോറിംഗ്, പെയിന്റിംഗ്, ഡീറ്റെയിലിംഗ് എന്നീ സർവീസുകൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തോടെ ആവശ്യക്കാർക്ക് ലഭ്യമാക്കും. സ്ഥാപന ഉടമ ജിതിൻ ജോസ് വടക്കുംപാടൻ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9895989788 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. IHRDയുടെ കീഴിലുള്ള ചേർപ്പ് എക്സ്റ്റൻഷൻ സെന്ററിൽ
DCA, PGDCA ഡാറ്റ എൻട്രി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജൂൺ 27 വൈകിട്ട് 4 സെന്ററിൽ ലഭ്യമാക്കണം. ഫോൺ 0487 23 40 234. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ കല്ലിടുക്ക് ഭാഗത്ത് വെച്ച് സ്കൂട്ടർ യാത്രക്കാരൻ ലോറിയിലിടിച്ച് പരിക്കേറ്റു. കിഴക്ക് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ അശ്രദ്ധമായി യൂടേൺ എടുത്തതാണ് അപകട കാരണം. യൂടേൺ എടുത്ത് എതിർവശത്തെ റോഡിൽ കയറിയ സ്കൂട്ടറിൽ പാലക്കാട് ഭാഗത്തേക്ക് വന്നിരുന്ന ചരക്ക് ലോറി സ്കൂട്ടർ യാത്രക്കാരന്റെ വരവ് കണ്ട് പെട്ടെന്ന് ലോറി നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പ്രദേശത്ത് വാഹനാപകടം ഒരു സ്ഥിരം സംഭവമാണ്. ഇവിടെ അടിപ്പാതയോ മേൽപ്പാലമോ വേണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം ഇന്നും നടപ്പിലായിട്ടില്ല. ഈ വണ്ടി തൃശ്ശൂരിൽ പാലക്കാട്ടേക്ക് പോകുകയായിരുന്നു. ആ സമയത്ത് അപ്പുറത്തെ പാലക്കാട് തൃശ്ശൂർ പോകുന്ന റോഡിലൂടെ സ്കൂട്ടർ വണ്ടി നോക്കാൻ്റെ യൂട്ടേൺ തിരിഞ്ഞാണ്. അത് ശരി, അവിടെ யூட்டன் பண்ணிட்டாருங்க. பார்க்கவே இல்லை, ஆறு அடிச்சா பார்க்கவே இல்லை, யூட்டன் பண்ணாரு. நான் வண்டி பிரேக் அடிச்சேன், കിട്ടിയില്ല, ഇടിച്ചു. ആളുകൾ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ള വിവരങ്ങളൊന്നും ലഭ്യമായി. ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിലെ സംയോജിത മത്സ്യവിഭവ പരിപാലന പദ്ധതി 2022-25 ഭാഗമായി ദിവസവേതനടിസ്ഥാനത്തിൽ ഫിഷറീസ് ഗാർഡിനെ നിയമിക്കുന്നു. യോഗ്യത ഫിഷറീസ് സ്കൂളിൽ നിന്നുള്ള VHSC, HC റാങ്ക് ലൈസൻസ് ഉള്ളവരും മോട്ടോറൈസ്ഡ് വള്ളങ്ങൾ ഓടിക്കുന്നതിൽ കഴിവ് തെളിയിച്ചവരും ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുമുള്ളവരും ആയിരിക്കണം. ചേറ്റുവ നിവാസികൾക്ക് മുൻഗണന. 2 മിനിറ്റിൽ 100 മീറ്റർ ദൂരം നീന്തുവാൻ അറിഞ്ഞിരിക്കണം. താല്പര്യമുള്ളവർ ജൂൺ 21 രാവിലെ 11 തൃശൂർ പള്ളിക്കുളത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ 0487 2441 132 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പലിശ നിരക്കുകളിൽ നടപ്പാക്കുന്ന 60,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 6 ലക്ഷം രൂപ. നിശ്ചിത വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487 23 31 556 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിന്റെ സന്തോഷത്തിൽ പാവപ്പെട്ടവർക്ക് അരി വിതരണം ചെയ്ത് പൊന്നൂക്കര സ്വദേശി പ്രവീൺ. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ പൊന്നൂക്കര പള്ളി കോളനിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും 10 കിലോ അരി വീതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രവീൺ തന്റെ വാക്കുപാലിച്ചു. പൊന്നൂക്കര കോളനി പരിസരത്ത് നടത്തിയ ചടങ്ങിൽ
BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് വിതരണോദ്ഘാടനം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം പുഷ്കരൻ കാക്കനാട്ട്, സുമേഷ് പുന്നംകുഴി, പ്രദീപ് ഞാറ്റുവെട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 സയൻസ് ഗ്രൂപ്പിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ 8547005022 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാടക്കത്തറ കുരിയമ്പാടത്തെ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിന് എതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. മാടക്കത്തറ പഞ്ചായത്തിലെ കുരിയപ്പാടത്ത് സ്വകാര്യ വ്യക്തി ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് വ്യാപകമായി നികത്തുന്നു. സമീപത്തെ ഇറിഗേഷൻ കനാലും കയ്യേറിയ നിലയിൽ. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയെങ്കിലും ഫയലുകളിൽ ഒതുങ്ങി. റവന്യൂ മന്ത്രി K. രാജന്റെ സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇത്ര വലിയ രീതിയിൽ കയ്യേറ്റവും അനധികൃത പാടം നികത്തലും കണ്ടിട്ടും യാതൊരുവിധ നടപടിയും വകുപ്പ് തലത്തിൽ ഉണ്ടായില്ല. പാവപ്പെട്ടവൻ സ്വന്തമായുള്ള 5 സെന്റ് സ്ഥലത്ത് കൂര പണിയാൻ അനുമതി തേടി ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ മുതുമുത്തച്ഛന്മാരുടെ വിവരങ്ങൾ വരെ അന്വേഷിച്ച് വട്ടം കറക്കുന്ന ഉദ്യോഗസ്ഥർ അനധികൃത പ്രവർത്തികൾക്കെതിരെ കണ്ണടയ്ക്കുന്നു. മാടക്കത്തറ തേറമ്പം നിവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കുടിവെള്ള പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കളുടെയും കൃഷിക്കാരുടെയും സമീപത്തെ ജനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാടം പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. അനൂപ് KG അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു, മാടക്കത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സാവിത്രി രാമചന്ദ്രൻ, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, വാർഡ് മെമ്പർ സിമി സുനേഷ്, കുടിവെള്ള പദ്ധതി കൺവീനർ VG ഉണ്ണികൃഷ്ണൻ, പ്രസാദ് പാറേരി, EG സുരേഷ്, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ 400 പേരെ നഴ്സറികളുണ്ട്. കുറേ നഴ്സറികൾ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ജീവിതോപാധിയായി കണ്ട് കുറേ മനുഷ്യർ നഴ്സറി ആരംഭിച്ചിട്ടുണ്ട്. ഇല്ലേ ബാബു? അതിനെന്താ പലയിടത്തും ഉണ്ടാകും. പക്ഷേ ഈ നിയമം വന്നതിന് ശേഷം ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ മേനാച്ചേരി ജോസിൻ്റെ ഇവിടെ മാത്രമാണോ നഴ്സറി, വേറെ അപ്പുറത്തിപ്പുറത്തില്ലേന്ന് അദ്ദേഹം ചോദിക്കുന്നതിന് യുക്തിയില്ല. ആ ചോദ്യമൊക്കെ ഒരു 15 കൊല്ലം മുമ്പാണെങ്കിൽ യുക്തി ഉണ്ടായത്. ഇനി കാലാവസ്ഥയിൽ വരുന്ന മാറ്റവും ഈ മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ എല്ലാ അധികാരികളും അധികാരവർഗവും പെട്ടെന്ന് ഒരു ആപത്തിൽ ഇടപെടുന്നത് പോലെ അവശേഷിച്ച മണ്ണും ജലവും സംരക്ഷിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പരിവർത്തനം നടന്ന് പഴയ പല പാടങ്ങളും പറമ്പുകളായി മാറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കരുതെന്നാണ് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത്, അതായത് ഏറ്റവും കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന തണ്ണീർത്തടമായിട്ട് ഈ പ്രദേശമാണ് ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാടക്കത്തറ കുടിവെള്ള പദ്ധതിയിൽ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുൻകാലങ്ങളിലുള്ള പോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വരൾച്ച അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള പല വീടുകൾക്കും കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ള കമ്മിറ്റിക്ക് അത് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. എന്താ വെച്ചാൽ വെള്ളം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ ഈ തടയണ എന്ന് പറയുന്നത്, നമ്മളിവിടെ ഈ വെള്ളം പീച്ചി കനാലിൽ നിന്ന് വെള്ളം കിട്ടുന്ന സമയത്ത് ഈ തടയണ ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ തടയണയാണ് ഈ പറയുന്ന ഈ സ്വകാര്യ വ്യക്തി ഇത് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തടയണ ഇട്ടപ്പോൾ ആ തടയണ ഊരി മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇറിഗേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആളെ കൃഷി നശിക്കണു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം അവിടെ നിന്നിട്ടുള്ള ആൾ വിളിച്ചിട്ടാണ് ഈ തടയണ ഊരണം എന്ന് പറയുകയും അത് പ്രകാരം ഇത് ഊരി മാറ്റിയുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള കാര്യങ്ങളായി ഇയാൾ മുന്നോട്ട് വരുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. ഇത് രാത്രിയുടെ മറവിലാണ് ഇതേപോലെയുള്ള ഈ അതിക്രമങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് അദ്ദേഹം നഴ്സറി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയാണ്. നമുക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിനോട് യാതൊരു വിയോജിപ്പുമില്ല. എന്നാൽ അത് തീർച്ചയായും വ്യക്തിപരമായ രീതിയിലേക്ക് അദ്ദേഹം അത് മാറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഘട്ടങ്ങളായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന യുവജന പ്രവർത്തകരുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്. ഇവരെല്ലാം കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ഇതിൻ്റെ
കുടിവെള്ള പദ്ധതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനടക്കം ഇതിൻ്റെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ബാബുവേട്ടനടക്കമെല്ലാം വിവിധ കേസുകൾ അദ്ദേഹത്തെ അവരുടെ പേരിലേക്ക് ഇങ്ങനെ കള്ളക്കേസ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇത്രയധികം 300-ൽ താഴെ വരുന്ന ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന ആളുകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മാടക്കത്രയും തേർമ്പത്തുമുള്ള നമ്മുടെ ഓരോ ജനവിഭാഗത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ട് നെയ്സിനെ നടത്തുന്നത്. എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ മണ്ണിടിച്ചാലോ അല്ലെങ്കിൽ കവർ കൊടുത്തിട്ട് നൽകിയാലോ കൃഷി ഓഫീസറായാലും വില്ലേജ് ഓഫീസറായാലും പോലീസിലേക്ക് എഴുതി കൊടുത്തിട്ട് അതിന് പിന്നാലെ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ആ കൈയോടെ മാറ്റിക്കാൻ അധികാരമുണ്ട്. ഇവർ ഈ പാർട്ടി മാറ്റിയില്ലെങ്കിൽ ഇവർക്ക് എടുത്ത് മാറ്റിയിട്ട് അതിന് പൈസ വരെ ഇന്ന് ഈടാക്കാം. പക്ഷേ ഉദ്യോഗസ്ഥരായി ചെയ്യുന്നില്ല. പോലീസായാലും അതിൻ്റെ അനാസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസായാലും കൃഷി ഓഫീസായാലും അനാസ്ഥ തന്നെയാണ്. ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇതിന് പിന്നാലെ എന്ന് നമുക്ക് പണി കളഞ്ഞു പറ്റില്ലല്ലോ. പാണച്ചേരി പരേതനായ വാസു നായർ ഭാര്യ തങ്കമ്മ നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ട് ശ്മശാനത്തിൽ. മുൻ പഞ്ചായത്ത് അംഗം വിനീത സന്തോഷിന്റെ അമ്മയുടെ മാതാവാണ്. മക്കൾ വിമല, രാജു, പരേതനായ പുരുഷോത്തമൻ, പരേതയായ ശാന്ത, മരുമക്കൾ ഗോപി, പങ്കജം, ഇന്ദിര, പരേതനായ ഹരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ മൂലധന നിക്ഷേപം ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് മന്ത്രി കെ രാജൻ. പുലിഭീതിയിൽ കഴിയുന്ന മാന്നാമംഗലം പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാൻ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പൊന്നൂക്കരയിൽ അരി വിതരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.